ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ജിയോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ വൈസ് ജെ. റാവു കട്ടിയുള്ള പാറ തികച്ചും വ്യത്യസ്തമായ ഒന്നായി മാറുന്നതിന് അനുയോജ്യമായൊരു സാക്ഷിയായിരുന്നു. അതിനോടൊപ്പം വിലയേർന്ന ഒരു ആത്മീയ പാഠവും നൽകിയിരുന്നു. ഒരു ദിവസം പുട്ടപർത്തിയിൽ വെച്ച് ബാബ പൊട്ടിയ ഗ്രാനൈറ്റിന്റെ ഒരു പരുക്കൻ കഷ്ണമെടുത്ത് ഡോക്ടർ റാവുവിന് നൽകുകയും അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. ആ ജിയോളജിസ്റ്റ് പാറയിലെ ചില ധാതുക്കളെക്കുറിച്ച് പരാമർശിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, അതിലും ആഴത്തിലുള്ള ഒന്ന്. ഡോക്ടർ റാവു: ശരി, തന്മാത്രകൾ, ആറ്റങ്ങൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ. ബാബ: ഇല്ല മൈനസ് അതിലും ആഴത്തിൽ. ഡോക്ടർ റാവു: എനിക്ക് അറിയില്ല സ്വാമി. ബാബ ജിയോളജിസ്റ്റിൽ നിന്ന് ഗ്രാനൈറ്റ് കഷ്ണം വാങ്ങി വിരലുകൾക്കിടയിൽ ഉയർത്തിപ്പിടിച്ച് അതിൽ ഊതി. ഡോക്ടർ റാവു പറയുന്നു, അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നിന്ന് മാറിയിരുന്നില്ലെങ്കിലും ബാബ തിരികെ നൽകിയപ്പോൾ അതിന്റെ ക്രമരഹിതമായ രൂപം മാറി ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണന്റെ വിഗ്രഹമായി മാറിയിരുന്നു. ആശ്ചര്യപ്പെട്ട ജിയോളജിസ്റ്റ് പാറയുടെ നിറത്തിലും ഘടനയിലും വന്ന ചെറിയ മാറ്റവും ശ്രദ്ധിച്ചു. ബാബ: നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ തന്മാത്രകൾക്കും ആറ്റങ്ങൾക്കുമപ്പുറം ദൈവം ആ പാറയിലുണ്ട്. ദൈവം മാധുര്യവും സന്തോഷവുമാണ്. കാലൊടിച്ച് അത് രുചിച്ചു നോക്കൂ. ഡോക്ടർ റാവുവിന് ചെറിയ വിഗ്രഹത്തിന്റെ ഗ്രാനൈറ്റ് കാലൊടിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അത് വായിൽ വെച്ചപ്പോൾ അതൊരു മിഠായിയാണെന്ന് അദ്ദേഹം കണ്ടെത്തിയതായി പറയുന്നു.